നമസ്കാരം. നമ്മൾ ആ, പുതിയൊരു വീഡിയോയിലേക്ക് വരികയാണ്. എൻ്റെ പേര് വേണു മഹാദേവ്. നമ്മൾ നിലവിൽ വ്യാഴമാറ്റം, അതുപോലെ തന്നെ രാഹുകേതു മാറ്റം, ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോകൾ വന്നു കഴിഞ്ഞു. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായും പറയുന്നത് ഇനി അടുത്ത് വരുന്ന കുറച്ച് നാളുകൾ, അതായത് ഒരു 1.5 വർഷം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയണത്. അപ്പോൾ അതിൽ ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം, നമ്മളിന്നിപ്പം ഇടവക്കൂറിൻ്റെ ഫലമാണ് പറയുന്നത്. ഇടവക്കൂറിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ വർഷം കൂടി ഒരു 2-2.25 വർഷത്തിന് ശേഷം ശനി മാറുകയും ഒപ്പം തന്നെ അതിനടുത്ത് തന്നെ നമുക്ക് 1.5 വർഷം വരെ നിലനിൽക്കുന്ന രാഹു കേതു മാറി, കൂടെ 1 വർഷം വരെ നമ്മളെ രാശിയിൽ നിൽക്കുന്ന വ്യാഴവും മാറി. അപ്പോൾ ഈ 3 സെറ്റ് ഗ്രഹങ്ങളുടെ, അതായത് 4 ഗ്രഹങ്ങളുടെ മാറ്റം ഒരുമിച്ചുണ്ടായപ്പോൾ അത് നമ്മളെ ഇനി അങ്ങോട്ടുള്ള ഏകദേശം ഒരു 1.5 വർഷം നന്നായിട്ട് ബാധിക്കും. അത് ഗുണകരമായിട്ട് ബാധിക്കുമോ, അതിനകത്ത് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് പറഞ്ഞത് ദോഷമായിട്ട് ബാധിക്കും ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം പല കാര്യങ്ങളും ദോഷം വരുന്നത് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്. ഒരിക്കലും ഗ്രഹങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ, അതായത് താൻ പാതി ദൈവം പാതിയാണ്. നമ്മൾ ദൈവാധീനം വർദ്ധിപ്പിക്കുകയും അസ്ട്രോളജിക്കലി നമ്മൾ ഗൈഡൻസ് തേടി മുന്നോട്ട് പോകുമ്പം അതിനകത്ത് നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. യുക്തിയും ബുദ്ധിയും പാലിച്ച് നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും നിയന്ത്രണത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളിന് ഒരിക്കലും പ്രശ്നം വരില്ല. അതിനു വേണ്ടിയുള്ള പ്രിക്കോഷനാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ജ്യോതിഷം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ദൈവിക വിഷയങ്ങളൊന്നും തന്നെ വിശ്വാസമേ ആകാവൂ, അന്ധവിശ്വാസം പാടില്ല എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഇടവക്കൂറിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഇടവക്കൂറെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, കാർത്തികയുടെ മുക്കാല്, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ 1-2 പാദം. അപ്പോൾ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഒറ്റ വാക്കിൽ ഞാൻ പറയാം, വളരെ കാലം കൂടി ഇപ്പോൾ പൊതുവിൽ ഒരുവിധ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വളരെ നല്ല ഒരു പരിസ്ഥിതിയും കാലാവസ്ഥയും വന്നൊരു കാലമാണെന്ന് തന്നെ പറയും. അതിൻ്റെ കാരണം ഇന്നലകളിൽ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞു. അങ്ങനെ ആയിരുന്നു, അത് മാറി. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമുക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം നമ്മുടെ ശനി ദോഷം മാറി എന്നുള്ളതാണ്. അതായത് നമ്മുടെ കർമ്മസ്ഥാനത്ത് നിന്ന ശനി 11ലേക്ക് ലാഭസ്ഥാനത്തേക്ക് മാറി. അപ്പം ശനി ജാതകാൽ കൂടി നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശനി ഒരുപാട് ഭാഗ്യങ്ങളും ലാഭവും അനുഗ്രഹമൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു സമയം. കുറച്ചുകൂടി എളുപ്പം പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ, സാമൂഹ്യ പ്രവർത്തനത്തിൽ, കലാരംഗത്ത്, ബിസിനസ്സിലൊക്കെ നിൽക്കുന്നവർക്ക് നമുക്ക് കഴിഞ്ഞ കാലങ്ങളുടെ കുറവുകൾ നികത്തി ലാഭത്തിലേക്കും ഒരു അനുഭവയോഗത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു നല്ല സമയമാണ് ഇപ്പം നമുക്ക് കൈവന്നിരിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്തണം. മറ്റൊന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് വ്യാഴവും അതുപോലെ നമുക്ക് അനുകൂലമായി. കാരണം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കുറേ കാലമായിട്ട് നഷ്ടസ്ഥാനത്തുനിന്നും അതുപോലെ തന്നെ ജന്മത്തിൽ നിന്നിരുന്ന വ്യാഴം 2 ധനഭാവത്തിലേക്ക് വന്നു. ധനം മാത്രമല്ല, നമ്മളെ വാക്സ്ഥാനം, നമ്മുടെ കുടുംബസ്ഥാനം, നമ്മുടെ ഒരുവിധം അസറ്റുകളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്ത് സൂക്ഷിക്കേണ്ട സ്ഥാനമാണ് 2 എന്ന് പറയുന്നത്. അവിടെ ധനകാരകനും സന്താനകാരകനുമായ വ്യാഴം വരുമ്പം നമുക്ക് തീർച്ചയായിട്ടും വളരെ കാലമായി നമ്മൾ കൊണ്ടു നടന്ന സ്വപ്നങ്ങൾ സഫലീകരിക്കാൻ കഴിയും. കടബാധ്യതകൾ ഇനി അങ്ങോട്ട് നമുക്ക് തീർക്കാനുള്ള അവസരങ്ങൾ വരും. നമുക്ക് വലിയ അപ്രതീക്ഷിതമായ ഭാഗ്യമൊന്നും വരുമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ലോട്ടറി അടിച്ച് നിങ്ങൾ കോടീശ്വരമാകുമെന്ന് ഞാൻ പറയില്ല. പകരം നമ്മളെ അധ്വാനത്തിന് ഫലം ഉണ്ടാവും. ചിലപ്പോൾ അപ്രതീക്ഷിതമായി ചെറിയ ധനങ്ങൾ നിങ്ങൾക്ക് കിട്ടാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ മുൻകാലത്ത് നമ്മൾ ആർക്കെങ്കിലുമൊക്കെ സഹായിച്ചു, ഇനി അത് കിട്ടുമെന്നും പ്രതീക്ഷയില്ല, പോയെന്ന് വിചാരിച്ച് നമ്മൾ എഴുതിത്തള്ളി അങ്ങനെ ഇരുന്ന ധനം ചിലപ്പോൾ തേടി വരാം. ചിലപ്പോൾ നമുക്ക് വളരെ നേരത്തെ നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ധനം അത് ഫ്രൂട്ട്ഫുള്ളായിട്ട് തിരിച്ചു വരുന്ന സമയം വരാം. അങ്ങനെയൊക്കെ ധനം വരാം. അതുപോലെ അധ്വാനത്തിലൂടെ, നമ്മളെ പ്രയത്നത്തിലൂടെ
ചിലപ്പോൾ ഒന്നിലധികം മാർഗം തെളിഞ്ഞു വരും. പുതിയ ജോലികളോ പുതിയ കർമ്മങ്ങളോ നമ്മളെ തേടി വരും. പുതിയ അസൈൻമെൻറ്റുകൾ കിട്ടും. അതിലൂടെ നമുക്ക് ധനപരമായിട്ട് ഉയർച്ചയുണ്ടാകും. സന്താനങ്ങൾക്ക് വളരെ കാലമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പല തടസ്സങ്ങൾ നീങ്ങി അവർക്ക് ജോലി കിട്ടുക, അവർക്കൊരു വിജയം വരിക, അവരുടെ ഉപരിപഠനം നടക്കുക, ഇങ്ങനെയൊക്കെ അപ്രതീക്ഷിതമായി സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കാനുള്ള അവസരമൊക്കെ വരുന്നൊരു സമയമാണ്. എന്നാൽ ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഞാൻ ഈ പറഞ്ഞ രണ്ടുപേരും മാറിയ കൂട്ടത്തിലാണ് രാഹു കേതുക്കളും മാറിയത്. അപ്പോൾ അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രാഹു കേതുക്കളെന്ന് പറയുമ്പോൾ സർപ്പൻ 10 വന്നുകൊണ്ട് വലിയ ദോഷം ഉണ്ടാക്കില്ല. കാരണം അദ്ദേഹം നമുക്ക് പഠനത്തിലും പുതിയ പഠനങ്ങളിലും വിദേശത്ത് പോകാനും നമ്മൾ വാഹനം അങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയത് വരാനും ഒക്കെ ഗുണം ചെയ്യും. പക്ഷേ കേതു അത് നേരെ വന്നിരിക്കുന്നത് 4-ലാണ്. അപ്പോൾ ഈ 4 എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വ കുടുംബസ്ഥാനം. അതായത് പൂർവ്വ കുടുംബം എന്ന് പറയുന്നത് തറവാട്ട്. അതായത് കുടുംബ ബന്ധുക്കളുമായിട്ടോ മാതാപിതാക്കളുമായിട്ടോ അല്ലെങ്കിൽ കാരണവസ്ഥാനത്തുള്ളവരുമായിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ ഒന്ന് പിണങ്ങേണ്ടി വരാം. അവരുടെ അരിഷ്ടതകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാം. അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അടുത്ത് സ്നേഹിച്ചിരുന്ന നമ്മളെ കുടുംബത്തിലെ ചില വ്യക്തികൾ നമ്മളിൽ നിന്ന് വിട്ടുപോവുകയോ അകന്നു പോവുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൂർവികമായ സ്വത്തുക്കൾക്ക് വേണ്ടി നമുക്ക് ചിലപ്പോൾ നിയമ വഴികൾ തേടേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ തടസ്സങ്ങൾ വന്നാലും പൊതുവിൽ വ്യാഴം അനുകൂലമായതുകൊണ്ടും ശനിയുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് ഇതെല്ലാം നമുക്ക് നയപരമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ, അതിനുള്ള ആൾക്കാർ സഹായമൊക്കെ വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ കാലം കൂടി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനിടയിൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കാർത്തിക രോഹിണിക്കാരെയൊക്കെ സംബന്ധിച്ച് ഒരു ജീവിതത്തിലൊരു സമാധാനവും സ്വസ്ഥതയും ഇനിയെങ്കിലും നമ്മുടെ ജീവിതം നന്നാവുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു കാലമാണ് ഈ കാലഘട്ടം. നിങ്ങൾ ഉപയോഗിക്കണം ഈ അതായത് നമ്മൾ പണ്ടുള്ളവർ പറയും കാറ്റുള്ളപ്പോൾ തൂറ്റിയാലേ, അല്ലെങ്കിൽ കാറ്റുള്ളപ്പം വിതയ്ക്കണം, എങ്കിലേ നമുക്ക് നന്നായിട്ട് ഫലം കൊയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കർമ്മവും നമ്മളെ കഴിവുകളും പ്രയോഗിക്കാനുള്ള അവസരം വരുന്ന ഒരു കാലഘട്ടമാണ്. ആ അവസരം ഉപയോഗപ്പെടുത്തണം. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലെ കഷ്ടതകളും കുറവുകളും നികത്തി ജീവിതം വിജയിപ്പിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതേ വരുള്ളൂ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ തന്നെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടേതായ മെസ്സേജുകളിടാൻ. ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യാറില്ല. അപ്പം മെസ്സേജ് ഇട്ടിരുന്നാൽ ഞാൻ ഫ്രീ ആവുന്ന കണക്കാക്കി തിരിച്ച് മെസ്സേജ് തന്നിട്ട് നമുക്ക് എന്തെങ്കിലും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഞാൻ വേണ്ട സമയം കണ്ടെത്തിക്കോളാം. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടിന്, അതായത് ജ്യോതിഷ കൈരളിക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എന്നെ ഇത്രയും അധികം പ്രോത്സാഹിപ്പിക്കുന്നതും ഇത്രയും നല്ല വീഡിയോകൾ ചെയ്യാൻ കഴിയുന്നതും. അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നല്ല ഷെയറും ലൈക്കും തരണം. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജ്യോതിഷ കൈരളിക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയുണ്ട്. ഹരേ കൃഷ്ണ. നന്നായി വരും.